ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് UK ഒരു ഗാർഡൻ സെൻറ്റർ കണ്ടാലോ? ഇവിടെ സ്പ്രിങ് തുടങ്ങി, കാലാവസ്ഥയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇന്നാണെങ്കിൽ വീക്കെൻഡ്. എന്നാൽ പിന്നെ ഇന്ന് ഗാർഡൻ സെൻറ്റർ വരെ പോയാലോ? കഴിഞ്ഞൊരു 3 വർഷമായിട്ട് എല്ലാ സ്പ്രിങ്ങിലും സമ്മറിലും ഞാൻ വരുന്നൊരു സ്ഥലമാണ്. ഒരു 4 മൈൽ വീട്ടിൽ നിന്ന് ഡ്രൈവ്, അത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ സാധനവും ഇവിടെ കിട്ടും. വീടിനകത്തും പുറത്തും വയ്ക്കാവുന്ന ചെടികളും ചട്ടികളും പലതരം വിത്തുകളും ഡെക്കറേഷനായിട്ടോ എന്തിനേറെ പറയുന്നു, ഗ്രീറ്റിംഗ് കാർഡ് വരെയുണ്ട്. ഇനി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്മെല്ലുള്ള ക്യാൻഡിൽസ്, റീഡ് റിഫ്യൂസേഴ്സ്, പലതരം സെൻറ്റഡ് ഐറ്റംസ്, അത്യാവശ്യത്തിന് ക്ലോത്ത്സും ആക്സസറീസും വരെ ഇവിടെയുണ്ട്. പക്ഷെ അതൊക്കെ അല്പം കത്തിയാണ് കേട്ടോ. പിന്നെ ഗാർഡൻ്റെ കാര്യം പറയുമ്പോൾ ഈ നാട്ടിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഐറ്റമാണ് ബാർബിക്യൂ. ഇതായിരിക്കുന്നു, ഗ്യാസിൻ്റെ വേണമെങ്കിൽ അത്, ചാർക്കോളിൻ്റെ വേണമെങ്കിൽ അത്, എല്ലാം ഉണ്ട്. ബാർബിക്യൂ സ്റ്റാൻഡ് മാത്രമല്ല കേട്ടോ, ഈ ഏരിയയിൽ തന്നെ അതിനുള്ള സകലവിധ സാമഗ്രികളും കാണാം. പിന്നെ ഞാൻ സാധാരണ ആദ്യം നോക്കുന്ന ഏരിയ ഇതാണ് കേട്ടോ. സീസണൽ ഡെക്കറേഷൻസ് ആയിരിക്കും മെയിൻലി, എല്ലാ സീസണിലും മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈസ്റ്ററും സ്പ്രിങ്ങും ആണ് ഇവിടെ മൊത്തം. ഈ ഒരു ഏരിയയിൽ മാത്രമാണ് പ്ലാസ്റ്റിക് പൂ ഉള്ളതെന്നൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പം ഈസ്റ്റർ തീംഡ് ചോക്ലേറ്റ്സ് ആണ്. ഈസ്റ്റർ ബണ്ണീസ്, ഈസ്റ്റർ എഗ്സ്, അങ്ങനെ പലതും ഉണ്ട്. ആ കൂട്ടത്തിൽ നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻസും. എനിക്ക് ഈ ഏരിയ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി കുറച്ച് ചെടികൾ കാണാം അല്ലേ? ഇവിടെ തന്നെ ഉണ്ട് ലെമണും ഓറഞ്ചൊക്കെ. ഇതൊക്കെ ഇൻഡോർ ആയിട്ടാണ് കേട്ടോ ഇവിടെ വളർത്തുന്നത്. ഓറഞ്ച് വളർത്താൻ ഓറഞ്ചറി എന്നൊരു കൺസെപ്റ്റ് തന്നെ ഈ നാട്ടിലുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ പലതരം പ്ലാന്റ്സ് കാണാം. നമ്മുടെ നാട്ടിൽ വെറുതെ പറമ്പിൽ നിൽക്കുന്ന പലതും നമ്മളിവിടെ നിന്നൊക്കെ കാശ് മുടക്കി മേടിച്ച് വീട്ടിൽ വയ്ക്കും. നിൽക്കുന്ന അലോവേരയും പീസ് ലില്ലി, ഓർക്കിഡ്, അങ്ങനെ. ഇതൊരു ട്രോപ്പിക്കൽ സെക്ഷനാണ്. കലേത്തിയ, ഫിക്കസ്, മോൺസ്റ്റർ, അങ്ങനെ കുറേ പ്ലാന്റ്സ് ഉണ്ട്. ഈ ചെടികളിൽ ചിലതിനൊക്കെ നല്ല ഹ്യൂമിഡിറ്റി ആവശ്യമുണ്ട് കേട്ടോ. എൻ്റെ കലേത്തിയ പ്ലാന്റ്സിന് വേണ്ടിയിട്ട് വീട്ടിൽ ഹ്യൂമിഡിഫയർ വാങ്ങിച്ച ചരിത്രം വരെ ഉണ്ട്. പല നിറത്തിലും സൈസിലുമുള്ള ഓർക്കിഡ്സും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ഈ കാണിക്കുന്ന ഏതെങ്കിലും ചെടിയെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കമൻറ്റ് ബോക്സിൽ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ഇതെല്ലാം കിട്ടുമെന്ന്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്നാക്സ് കാണാം. കേക്ക്സ്, ബിസ്ക്കറ്റ്സ്, ഐസ്ക്രീം, ഫ്രോസൺ ഡെസേർട്ട്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാനിതൊന്നും തന്നെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഇടുന്നില്ല കേട്ടോ. എല്ലാം ഒന്ന് കാണിച്ചു പോകാമെന്നുള്ള ഉദ്ദേശമുള്ളൂ. ഇനി ഇതിലെന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ അടുത്ത വീഡിയോയിൽ അതുകൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഈ ഏരിയയിൽ പലതരം സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട് കേട്ടോ. ജ്യൂസസ്, സ്മൂതീസ്, അങ്ങനെ പലതും അവൈലബിൾ ആണ്. കൂട്ടത്തിൽ മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള മറ്റൊരു ഐറ്റവും ഇരിക്കുന്നത് മുഴുവൻ മദ്യക്കുപ്പികളാണ്. പലതരം ലിക്കേഴ്സ്. ഇവിടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ കിണറ്റുകരയിൽ നിൽക്കുന്ന പായലും എവർഗ്രീൻ്റെ ചെടിയും കാണാം. ഇത് ഇവിടുത്തെ ഒരു ചെറിയ കഫേ. ഇത് കാക്ടസും സക്യുലൻസും ഉള്ള ഏരിയയാണ്. നമ്മുടെ നാട്ടിലെ കള്ളിമുൾച്ചെടി. പിന്നെ ഇവിടെ ആദ്യം കണ്ടതിനേക്കാളും കുറച്ചുകൂടെ വലിയ ലെമണും ഓറഞ്ചും ചെടികളുണ്ട്. ഇനി ഗാർഡൻ ടൂൾസിൻ്റെ ഏരിയയാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിൽ പകുതി എന്തിനുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷേ കൂട്ടത്തിൽ നമ്മുടെ തൂമ്പ കാണുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ വർഷം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിരുന്നു പറഞ്ഞു. ഈ കാണുന്നത് നമ്മൾ സീഡ്സ് നടാനുള്ള കിറ്റുകളാണേ. പല ടൈപ്പുണ്ട്. ഞാനും കഴിഞ്ഞ ആഴ്ച ഗ്രീൻ ഹൗസൊക്കെ സെറ്റ് ചെയ്ത് ഇതുപോലെ കുറേ എണ്ണത്തിൽ വിത്തൊക്കെ പാകി വെച്ചിട്ടുണ്ട്. ഇതാണ് പൊട്ടാറ്റോയുടെ സെഷൻ. ഇത്രയധികം വെറൈറ്റി പൊട്ടാറ്റോസ് ഉണ്ടെന്ന് മനസ്സിലാകുന്നത് ഈ നാട്ടിൽ വന്നതിന് ശേഷം. ഇത് ആവശ്യമുള്ളവർക്ക് ഇവിടെ നിന്ന് വാങ്ങാം, കൊണ്ടുപോയി നട്ടാൽ മതി, ഇഷ്ടംപോലെ ഉണ്ടാകും. ഈ കാണുന്നത് വോക്ക് ഇൻ ഗ്രീൻ ഹൗസസ് ആണ്. വീട്ടിലുള്ളത് കുറച്ചുകൂടെ വലുതാണ്. സമയം കിട്ടുമ്പോൾ വീഡിയോ ഇടാം. ഇവിടെ തന്നെ പലതരം വളങ്ങളൊക്കെ കാണാം. ഇത് ടൊമാറ്റോയ്ക്ക് കഴിക്കുന്നൊരു ഫീഡാണ്, നല്ല ഗുണം ചെയ്യും. ഇനി വിത്ത്
വിത്തുകളുടെ സെക്ഷനിലോട്ട് വന്നാൽ ഇവിടെ എല്ലാത്തരം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും സാലഡ് ഐറ്റംസും പിന്നെ ചെറിയ ചെറിയ പൂക്കളുടെ വിത്തുകളും അങ്ങനെ എല്ലാം കിട്ടും. കൂടുതൽ ഐറ്റംസും നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങി നടുന്നത്. നമ്മുടെ നാടൻ കുറച്ച് പച്ചക്കറി വിത്തൊക്കെ ഇവിടെ കിട്ടാത്തത് ഒന്നുകിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരും, അല്ലെങ്കിൽ ഇവിടെ ചില വെബ്സൈറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്, അങ്ങനെ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. വിത്തുകൾ മാത്രമല്ല കേട്ടോ, ഇവിടെ തൈയായിട്ട് വാങ്ങാൻ കിട്ടും. പലതരം പച്ചക്കറികളും എല്ലാം ഉണ്ട്. പുറത്തൊരു ഏരിയയിൽ അത് കാണിച്ചു തരാം. നമ്മൾ വിത്ത് വാങ്ങി മുളപ്പിച്ച് കഴിയുമ്പോൾ മിക്കവാറും ഒരുപാട് തൈ ഉണ്ടാവും. നമുക്കത്രയൊന്നും ആവശ്യം വരാറില്ല. അപ്പോൾ കൂടുതലും തൈയായിട്ട് വാങ്ങുന്നതാണ് എളുപ്പം. ഈ കാണുന്നതെല്ലാം ഗാർഡനിൽ വെക്കാൻ പറ്റുന്ന വാട്ടർ ഫീച്ചേഴ്സാണ്. പലതരം ഫൗണ്ടൻസ്, പ്ലഗിൽ വർക്ക് ചെയ്യുന്നുണ്ട്, സോളാറിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ പലതരം വെറൈറ്റി സാധനങ്ങൾ. ഇതിങ്ങനെ മാത്രം ഗാർഡനിൽ അലങ്കാരമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അതുപോലെ സ്ഥലമുണ്ടെങ്കിൽ ചെറിയ ഗാർഡൻ പോണ്ടൊക്കെ ഉണ്ടാക്കി അതിനൊരു കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാം. ഒരു ഗാർഡൻ പോണ്ടിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അതിപ്പോൾ പോണ്ട് ലൈനർ ആയിക്കോട്ടെ, പമ്പ്, ഫിൽറ്റർ, അങ്ങനെ എന്ത് വേണമെങ്കിലും. മീനിനെയും ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. ഈ കാണുന്നത് ഇവിടെ വാങ്ങാൻ കിട്ടുന്ന ഏറ്റവും വലിയ കോയി ഫിഷാണ്. ഒരു 3 അടിയിൽ കൂടുതൽ നീളം വരും ഓരോന്നിനും. അതുകൂടാതെ അക്വേറിയത്തിൽ വളർത്താൻ പറ്റുന്ന പലതരം മീനുകളുടെ കളക്ഷനും ഉണ്ട്. മീൻ മാത്രമല്ല, അക്വേറിയവും അതിനകത്ത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളും എല്ലാം ഇവിടെ വാങ്ങാൻ കിട്ടും. ഇവിടെ പാമ്പിനെയും പല്ലിവർഗത്തിൽപ്പെട്ട പലതരം ജീവികളെയും ഒക്കെ പെറ്റായിട്ട് വാങ്ങാൻ കിട്ടും. അതിനൊക്കെ വേണ്ടിയുള്ള ഫുഡും ടോയ്സും വരെ ഇവിടെയുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ള മറ്റൊരു ഏരിയയാണിത്. മൊത്തം ഗാർഡൻ ഓർണമെൻറ്റ്സ് ആണ്, അതും സീസണൽ ആയിട്ടുള്ള ഡെക്കറേഷൻസ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും റോബിനെയാണ് കാണാനുള്ളത്. സ്പ്രിംഗ് ആയിക്കഴിഞ്ഞാൽ പിന്നെ റോബിൻ്റെ ടൈമാണ്. ഇതിൽ നല്ല ശതമാനവും വളരെ റിയലിസ്റ്റിക് ആണ്. ചെറിയ ഡീറ്റെയിൽ പോലും അവർ നന്നായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇത് ചിലതൊക്കെ ചെടിച്ചട്ടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഗാർഡൻ പ്ലാന്റേഴ്സിൻ്റെ ഒരു ഏരിയയാണിത്. പ്ലാന്റേഴ്സ് മാത്രമല്ല, പ്ലാന്റ് സപ്പോർട്ടും ചെറിയ കിളിക്കൂടും ഒക്കെ കാണാം. ഇനി പുറത്തെ ചെടികളുടെ വിശാലമായ ലോകം. ഇപ്പോൾ കുറവാണ്. സമ്മറിൽ വന്ന ഇതൊന്നും അല്ല അവസ്ഥ. എവിടെ നോക്കിയാലും നല്ല ഭംഗിയിൽ വിരിഞ്ഞു നിൽക്കുന്ന പല നിറത്തിലുള്ള പൂക്കൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ആ കാണുന്നത് മുഴുവൻ ഹൈഡ്രേഞ്ചിയ വെറൈറ്റിയാണ്. വീട്ടിലെ ഗാർഡനിലൊരു 4-5 കളറുണ്ട്. എന്നാലും എപ്പോൾ കണ്ടാലും വാങ്ങാൻ ടെൻഡൻസി തോന്നുന്ന ഒരു ഐറ്റമാണ് എനിക്ക് ഹൈഡ്രേഞ്ചിയ. ഹാങ്ങിങ് ബാസ്ക്കറ്റ് അവൈലബിൾ ആയി തുടങ്ങി. ഇതുപോലുള്ള ചട്ടികളിൽ പൂ നട്ട് വീടിന് മുന്നിൽ തൂക്കിയിടും. ഇതിപ്പോൾ എല്ലാം ജസ്റ്റ് നട്ട് തുടങ്ങി ഒന്ന് പൂവിട്ട് നിൽക്കുന്ന ഒരു പരുവമാണ്. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം നല്ല തഴച്ച് വളർന്ന് കൂടുതൽ പൂവായിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് വലിയ മരങ്ങളും പിന്നെ ഒരുപാട് വെറൈറ്റി ചെടിച്ചട്ടികളും വെക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചക്കറി തൈകളൊക്കെ ഇവിടെയുണ്ട്. കൂടുതലും സാലഡ് ഐറ്റംസ് ആണ്. പലതും ആളുകൾ വാങ്ങിയിട്ട് തീർന്നു പോയിട്ടിരിക്കുന്നു. പലതരം സവാള തൈകൾ ഇവിടെയുണ്ട്. വെള്ളയും ചുവപ്പും സ്പ്രിങ്ങും കുഞ്ഞുള്ളിയും അങ്ങനെ പല ടൈപ്പ്. ഇനി ബീട്രൂട്ടും റാഡിഷും പലതരം ക്യാരറ്റും ബെൽ പെപ്പറും ഒക്കെ ഉണ്ട്. ഇത് കണ്ടു, റെയിൻബോ ക്യാരറ്റ് പല നിറത്തിൽ. ഇനി ഒരു ചെറിയ മീൻകുളമാണ് കേട്ടോ. നാച്ചുറൽ ഒന്നുമല്ല, ഇതിവരിങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി റോസസ് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ എല്ലാം തളിരിട്ട് നിൽക്കുന്നേ ഉള്ളൂ. സമ്മറിൽ ഇതെല്ലാം പൂത്ത് നല്ല ഭംഗിയാണ് കാണാൻ. ഒരുപാട് തരത്തിലുള്ളതുണ്ട്. കുറ്റി റോസ്, ക്ലൈംബിംഗ് റോസ്, റാംബ്ലിംഗ് റോസ്, മണമുള്ളത്, മണമില്ലാത്തത്, അങ്ങനെ പലതും. ആ സപ്പോർട്ട് കൊടുത്ത് നിൽക്കുന്നതെല്ലാം ക്ലൈംബിംഗ് റോസസ് ആണ്. ആ പുറകിൽ കാണുന്നതാണ് ട്രീ റോസ്. എന്തൊക്കെയല്ലേ. ഇതൊരു പുതിയ ചാനലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.